പിന്നെ ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്, ജോലി ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ പരിഹാരത്ത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ കിട്ടുന്ന സമയത്തൊന്നും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് വന്നതാണ്. ക്ലാസ്സിൽ വന്നപ്പോ മാർക്ക് ചെയ്യണല്ലോ മറ്റേ അറ്റൻഡൻസിൽ ലെവൽ 1 സ്റ്റുഡന്റ് ഏത് ലെവലിൽ. അപ്പൊ ലെവൽ 0 ഉണ്ടോന്നാ ഞാൻ ആദ്യം നോക്കിയത്. എന്നുവെച്ചാൽ 1 ആണെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൂടെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം തന്നെ 1 അല്ല, ഞാൻ 2-ലെത്തി എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ഇനി ചിത്രത്തിൽ മോശമായാലും ഞാൻ കോൺഫിഡന്റ് ആണ്. അത് കുറച്ചുകൂടെ ഒന്നുമില്ലെങ്കിൽ ഷെയ്ഡിങ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതിൽ എത്രത്തോളം ഉണ്ടെന്നില്ലെങ്കിലും ഒരു ചിത്രം കണ്ടാൽ അതിൽ എവിടെയൊക്കെ ലൈറ്റ് ആൻഡ് ഷേഡ് വേരിയേഷൻ ഒക്കെ വരുന്നതൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുറച്ചൊരു സമയം അതല്ലെങ്കിൽ നമുക്കൊരു മനസ്സുണ്ടെങ്കിലേ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് കിട്ടുമെന്ന് എനിക്കിപ്പം കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ചെയ്തിട്ട് എനിക്ക് ആദ്യത്തെ 1-2 ചിത്രത്തിലൊക്കെ ഞാൻ വലിയ പറയത്തക്ക വേരിയേഷൻ ഒന്നും ഇല്ല. പറഞ്ഞതുപോലെ അവിടെ ഇങ്ങനെ ഷെയ്ഡിങ് മെത്തേഡ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ വീഡിയോ കേട്ട് ചെയ്യുന്നു എന്നുള്ളത് വെച്ചാല് എനിക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ആദ്യം ആ ഒരു 2 കൈ വരച്ചപ്പോഴും പിന്നെ ഞാൻ ഇങ്ങനെ സ്മഡ്ജ് ചെയ്തിട്ടൊക്കെ എങ്ങനെ ഒപ്പിക്കുക ചെയ്ത് എനിക്ക് പറ്റുന്നില്ല, എങ്ങനെയാണ് അവിടെ ഡാർക്ക് ഷെയ്ഡ് വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് നെക്സ്റ്റ് റിപ്പീറ്റ് വന്ന 2ാമത്തെ കൈ വരുമ്പോഴേക്കും എനിക്ക് ഏകദേശം ഞാൻ 2 കൈയും കൂടെ വെച്ച് നോക്കിയപ്പോ എനിക്ക് തന്നെ ഞാൻ ബെറ്റർ ആവുന്നുണ്ട് എന്ന് തോന്നി. അപ്പൊ നമ്മൾ കുറച്ച് ടൈം എന്തായാലും ഇൻവെസ്റ്റ് ചെയ്താൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടും. 10 മെമ്പേഴ്സിന്റെ ഫാമിലി ഫോട്ടോ ഒരു ഗോൾ ഉണ്ട്. വേറെ എന്തെങ്കിലും ഗോൾ ഉണ്ടോ ആർട്ടില്? ഏതോ ഒരു ചിത്രം കണ്ടത് ഈ സുകുമാരന്റെ ആർട്ടിസ്റ്റ് കൊണ്ട് സിനിമയിലെ അവരുടെ ഫാമിലി പുള്ളി ഇല്ലാതെ തന്നെ അവര് ഏതൊരു ആർട്ടിസ്റ്റ് ചെയ്തതാണ്, ആരാന്ന് പറഞ്ഞാൽ ഓർക്കുന്നില്ല. അത് കണ്ടപ്പോഴും ഇവിടുത്തെ ഹസ്ബൻഡ് അച്ഛൻ കുറെ മുന്നേ മരിച്ചു പോയതാ. അച്ഛന്റെ ഒരു നല്ല ക്ലാരിറ്റി ഫോട്ടോ ഒന്നും ഇല്ല. ഞാൻ അതുപോലെ തന്നെ എന്റെ അച്ഛന്റെ ഒരു ഫോട്ടോ അച്ഛൻ മരിച്ചതാ. ഈ 2 അച്ഛന്മാരുടെയും ഒരു നല്ലൊരു ഫോട്ടോ നേരെ നോക്കിയിട്ടുള്ള ഒരു ഫേസിലെ ഫോട്ടോ ഇല്ല. രണ്ടാളുടെ വേറെ ഒരാളുടെ ആൽബത്തിൽ നിന്നൊക്കെ കുറച്ചിട്ട് എന്റെ അച്ഛൻ്റെ ഒരു ചെറിയ നമ്മളെ ഫൈവിന്റെ ആ സൈസിലുള്ള ഒരു ഫോട്ടോ ആണ് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട്. നല്ല അതിലും കൂടുതൽ സൂം ചെയ്താൽ ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതൊന്നും 2 പേരുടെയും ഒന്ന് വരക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് ഓഫ് സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സക്സസ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് കുറേ ടാസ്കുകൾ നമ്മൾ കൊടുത്ത് അവർക്ക് റിവാർഡ് സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കോൺഫിഡൻസ് അച്ചീവർ എന്നുള്ള റിവാർഡ് കരസ്ഥമാക്കി ജിജിന നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ജിജിനയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാണ് ആർട്ട് പഠിച്ച്, എങ്ങനെയാണ് ഓരോ മെത്തേഡുകളും ടെക്നിക്കുകളും എങ്ങനെയാണ് പഠിച്ചെടുത്ത് ഡ്രോയിങ്ങിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയെന്ന് ചോദിക്കാം. ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എവിടെ നിന്നാണ് വരുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അങ്ങനത്തെ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാമോ? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ജിജിന. ഞാൻ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ എന്ന സ്ഥലത്താണ് വരുന്നത്. വീട്ടില് ഹസ്ബൻഡ്, മക്കള്, പിന്നെ അമ്മയാണുള്ളത്. പിന്നെ ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്, ജോലി ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ പരിഹാരത്ത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ കിട്ടുന്ന സമയത്തൊന്നും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് വന്നതാണ്. എനിക്ക് തന്നെ നല്ല തോന്നുന്നുണ്ട്, നല്ല ഇമ്പ്രൂവ്മെന്റ്. ഇങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചാൽ കൂടുതലായിട്ടൊന്നും ഞാൻ അതിനു വേണ്ടി ചെയ്തിട്ടില്ല എന്ന് പറയാം. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ കിട്ടുന്ന ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വെച്ചിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആയി വരുന്നുണ്ട്. ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നോ? ചെറുപ്പം മുതലേ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് വരക്കുന്നതിനേക്കാൾ ഇച്ചിരി വ്യത്യാസം, ഭയങ്കരമായ വരെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 3rd സ്റ്റാൻഡേർഡിലെങ്ങാണ്ട് പഠിക്കുമ്പോ സബ് ജില്ലയിലെങ്ങാണ്ട് പോയിട്ട് അതാണ് ആകെ കൂടെ ഒരു പറയാനുള്ള ഒരു സംഭവം. അതിനുശേഷം ഞാൻ വരച്ചിട്ടുണ്ടായിട്ടില്ല. ഒരു 8th സ്റ്റാൻഡേർഡിൽ കോമ്പറ്റീഷൻ, സ്കൂൾ ലെവൽ കോമ്പറ്റീഷനിൽ പോയപ്പോൾ ഞാൻ അതേ 3rd സ്റ്റാൻഡേർഡ് ലെവലിൽ തന്നെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതാ. പിന്നെ ഇപ്പോഴീ കൊറോണ ടൈം, ആ സമയത്താണ് ക്വാറന്റൈൻ നിൽക്കേണ്ടി വന്നു. ഹസ്ബൻഡ് മിലിറ്ററിയിലാണ്. അപ്പൊ അവര് വന്നപ്പോൾ ക്വാറന്റൈൻ നിൽക്കേണ്ടി വന്നു. അപ്പൊ ഏകദേശം 1 മാസത്തിനടുത്ത് വീടിന്റെ അകത്ത് അടച്ചു മൂടി നിൽക്കുമ്പോ ഇങ്ങനെ ചുമരിലൊക്കെ മോൻ കുത്തി വെച്ചിട്ടത് മായ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചതാ. അങ്ങനെയാണത് ചെയ്യാൻ വേണ്ട ഒരു ശ്രമം. അത് ചുമരിൽ വരച്ചപ്പോ കുഴപ്പമില്ലല്ലോ എന്നുള്ള വീട്ടുകാരുടെ സപ്പോർട്ട് അങ്ങനെ വന്നപ്പോ അന്ന് തൊട്ട് പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്? ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കാനുള്ള ലെവലിലോട്ടൊക്കെ ചിന്തിച്ചിട്ടില്ല. വരക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ക്വാറന്റൈൻ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോരാളും പോസിറ്റീവ് റെസ്പോൺസ് പറയുമ്പോഴേ, അങ്ങനെ ഭീകരമായ വരിയൊന്നും അല്ലെങ്കിലും
നമുക്കത് കിട്ടുമ്പോൾ ഒരു ചെറിയൊരു മോട്ടിവേഷൻ പറ്റുമല്ലോ എന്നുള്ളത്. അപ്പൊ അതിനുശേഷം ഞാൻ ഏതാണ്ട് ഇതിലിങ്ങനെ റിവ്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ, നമ്മൾ ഈ ആർട്ട് എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ അപ്പൊ അതില് ഏതോ ഒരു ചിത്രം കണ്ടത്, ഈ സുകുമാരന്റെ ആർട്ടിസ്റ്റുകളുടെ സിനിമയിലെ അവരുടെ ഫാമിലി പുള്ളി ഇല്ലാതെ തന്നെ അവര് ഏതൊരു ആർട്ടിസ്റ്റ് ചെയ്തതാ, ആരാന്ന് പറഞ്ഞാൽ ഓർക്കുന്നില്ല. അത് കണ്ടപ്പോഴും ഇവിടുത്തെ ഹസ്ബൻഡ് അച്ഛൻ കുറെ മുന്നേ മരിച്ചു പോയതാ. അച്ഛന്റെ ഒരു നല്ല ക്ലാരിറ്റി ഫോട്ടോ ഒന്നും ഇല്ല, പഴയ ഏതോ ഒരു ആൽബത്തിൽ നല്ലത് കുറച്ച് സൂം ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ അന്നേരം ഞാൻ ഇങ്ങനെ വെറുതെ എനിക്ക് മനസ്സിൽ തോന്നിയതാ, അച്ഛനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു ഫോട്ടോ എനിക്ക് വരയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇതുപോലെ ഓരോ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട്. അങ്ങനെ ഇപ്പൊ സാറിൻ്റെത് കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ എന്നെ കൊണ്ട് പറ്റുമോന്ന് അറിയില്ല, ഈ സമയവും ഷെഡ്യൂളും പൈസയും എല്ലാം കൂടെ ഞാനിങ്ങനെ ഒഴിവാക്കി നിൽക്കുകയായിരുന്നു. പിന്നെ സാറിന്റെ തന്നെ സ്റ്റുഡൻസിന്റെ കുറെ റിവ്യൂ ഉണ്ടല്ലോ, 10 വയസ്സായവരുടെ. അതൊക്കെ കണ്ടപ്പോ ഞാൻ ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ ചെയ്യണം എന്നൊരു തോന്നൽ വന്നത്. അങ്ങനെ അങ്ങ് കയറിയെന്ന് മാത്രം. ഒന്ന് രണ്ട് സാറിന് മറ്റേ വീഡിയോ ഒക്കെ കണ്ട്, യൂട്യൂബിന്റെ വീഡിയോ ഒക്കെ ആ സമയത്ത്, ആ കൊറോണ ടൈമുള്ള സമയത്ത് ചെറുത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ചെയ്തു നോക്കിയിട്ടൊന്നുമില്ല, കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ കണ്ടുവന്നേ ഉള്ളൂ. ജോയിൻ ചെയ്തിട്ട് ശേഷം എങ്ങനെയുണ്ട് ഫീലിംഗ്? പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ആ കുട്ടികളോടൊക്കെ ഉള്ള ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പാടൊഴിച്ചാല് കിട്ടുന്ന സമയത്ത് ചെയ്യുന്നതിന്റെ ഇമ്പ്രൂവ്മെന്റ് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ തുടക്കത്തില് ലെവൽ 1 വേണമെങ്കിൽ പറയാം, ആ സ്റ്റേജിൽ വേണം അത്യാവശ്യം ബേസിക് ഷേപ്പ് ഒക്കെ വരക്കാൻ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അതിൽ കൂടുതലൊന്നും ഇമ്പ്രൂവ്മെന്റ് ഷെയ്ഡിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഏകദേശം ഒരു കണ്ണുമൂക്കൊക്കെ ഉണ്ടാവുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ മനുഷ്യന്മാരെ ചിത്രങ്ങൾ വരക്കാറില്ല, ഒരു ഭാവം മാറിപ്പോകുന്നുള്ളതുകൊണ്ട്. എന്നാലും ഏകദേശം ഒക്കെ ഇങ്ങനെ ബേസിക് ഷേപ്പ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ആ ലെവൽ 1 കൂടെ പറയുമ്പോ സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോ മാർക്ക് ചെയ്യണല്ലോ മറ്റേ അറ്റൻഡൻസിൽ, ലെവൽ 1 സ്റ്റുഡന്റ് ഏത് ലെവലിന്. അപ്പൊ ലെവൽ 0 ഉണ്ടോന്നാ ഞാൻ ആദ്യം നോക്കിയത്. എന്നുവെച്ചാൽ 1 ആണെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൂടെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം തന്നെ 1 അല്ല, ഞാൻ 2-ലെത്തി എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്നു. ഇനി ചിത്രത്തിൽ മോശമായാലും ഞാൻ കോൺഫിഡന്റ് ആണ്. അത് കുറച്ചുകൂടെ ഒന്നുമില്ലെങ്കിൽ ഷെയ്ഡിങ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതിൽ എത്രത്തോളം ഉണ്ടെന്നില്ലെങ്കിലും ഒരു ചിത്രം കണ്ടാൽ അതിൽ എവിടെയൊക്കെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വേരിയേഷൻ ഒക്കെ വരുന്നതൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രാക്ടീസിന്റെ ഒരു കുറവ് തന്നെയാണ് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കിട്ടുന്ന സമയത്ത് ഇപ്പൊ ഒരു പടം ഇങ്ങനെ അരമണിക്കൂർ വെച്ചിട്ട് ചിലപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ തോന്നുന്നു എനിക്ക്. കുറേ ദിവസം ഒന്നിൽ തന്നെ ചെയ്യാണ്ട് അതിനൊരു ക്ഷമ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. ഞാൻ എന്തായാലും ആർട്ട് വർക്ക് ഒന്ന് ചെക്ക് ചെയ്യാവേ. ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ഉണ്ട്. യെസ്, ഇതാണോ പ്രൊഫൈല്? അതെ. ഞാൻ ആദ്യം വരച്ച ചിത്രങ്ങളെയും തുടങ്ങും. ഫസ്റ്റ് ടൈമാണ് ആർട്ട് പഠിക്കുന്നത്? ആർട്ട് പഠിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. ആർട്ടിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നതിന് ഇപ്പോഴാണ്. 3rd സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അന്ന് കുറച്ച് വരക്കുന്ന ഒരു ചേട്ടനായിരുന്നു ട്രെയിനിങ്. അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സ്കൂളിന്റെ അടുത്തുള്ള ഏതൊരു ചേട്ടൻ സാർമാര് ഏർപ്പാടാക്കിയതാ. അപ്പൊ ആ ചേട്ടൻ എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, വരക്കും പഠിപ്പിച്ചോളാൻ. പക്ഷെ അന്നേരം നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ പഠിപ്പിക്കുന്ന സംഭവവും ഇല്ല, സാമ്പത്തികമായിട്ട് അതിന് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അത് അതിലേ അങ്ങ് പോയി. ഇതാണ് ആദ്യം വരച്ചല്ലേ കോഴ്സിന്റെ അകത്ത് അതെ. വന്നിട്ട് അസൈൻമെന്റ് വരച്ചല്ലേ? ആ ഷെയ്ഡിംഗ് ഒന്നും അറിയില്ലായിരുന്നു. ഇല്ലല്ല, ഷെയ്ഡിംഗ് ഒന്നും അറിയില്ല. സിമെട്രിക്കൽ ഡ്രോയിങ് നന്നായിട്ടുണ്ട്. കോഴ്സ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലേ? ഒരുവിധം കോഴ്സിന്റെ അകത്ത് വരയ്ക്കുന്നതെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. പറ്റാവുന്നതല്ല, ഒന്നും തന്നെ കൂടുതൽ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും മിനിമം ഒരെണ്ണെങ്കിലും ഏതെങ്കിലും ടോപ്പിക്കിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ വ്യത്യാസം കാണുന്നുണ്ട്. ഇപ്പോൾ ഓരോ തവണ വരയ്ക്കുമ്പോഴും ഇപ്പോൾ മുൻപ് കൈ വരച്ചതും കുറച്ച് കഴിഞ്ഞ് കൈ വരച്ചതും എല്ലാത്തിലും ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പ്രാക്ടീസിന്റെ മാത്രമല്ല, നമ്മൾ മെത്തേഡ് പഠിച്ചെടുത്ത് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്തായാലും ചിത്രങ്ങളിൽ ഉണ്ടാവും.
ഇങ്ങനത്തെ ചിത്രങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം അതിൻ്റെ അകത്ത് കുറേ ഷെയ്ഡിങ്ങിൻ്റെ ഡയറക്ഷൻ ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഉം. അത് വളരെ നല്ലൊരു കാര്യമാണ്. കോഴ്സ് എവിടെ വരെ എത്തി? സെറ്റ് ഇപ്പൊ കംപ്ലീറ്റഡ് ആയി എന്ന് പറയാം. ഉം. 2 കംപ്ലീറ്റഡ് ആയി. കൂടുതൽ പ്രാക്ടീസ് ഇല്ല എന്ന് പറഞ്ഞു. യെസ്, ഇത് ലാസ്റ്റ് വരച്ചല്ലേ? ഇപ്പൊ ഇന്ന് സാറ് ലാസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്തതുകൊണ്ട് അപ്പൊ ഇന്നലെ ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് അറിയില്ല. ഇതൊക്കെ എന്റെ കയ്യിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം എടുത്ത് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്നലെ 1 മണിക്കൂർ, ഇന്ന് 1 മണിക്കൂർ കൊണ്ട് ഏകദേശം 2-2.5 മണിക്കൂർ കൊണ്ട് എങ്ങനെയൊക്കെ ആക്കി യെസ്, തീർത്തതാ. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ലെവൽ 2 അല്ല, അടുത്ത ലെവലിലോട്ട് കടക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. ലെവൽ 3 അവർ എത്തിയിട്ടുണ്ട്. എന്തായാലും ഷെയ്ഡിങ് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത കോഴ്സ് A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ കുറെ കൂടി ബെറ്റർ ആവും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പോർട്രേറ്റ് ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് ചെറിയ ഡയറക്ഷൻ ഡിഫറൻസുകളും ഫേഷ്യൽ ഫീച്ചേഴ്സിൻ്റെ പൊസിഷൻ ഡിഫറൻസ് ആണ് വരുന്നത്. ഷേപ്പൊക്കെ ഏകദേശം കറക്റ്റ്. സ്റ്റാർട്ടിങ് മുതൽ ഫേസുകൾ വരയ്ക്കുന്ന സമയത്ത് ഷേപ്പ്, ഇപ്പോൾ ലിപ്പിൻ്റെ, കണ്ണിൻ്റെ, മൂക്കിൻ്റെ ഒക്കെ ഷേപ്പ് ഏകദേശം കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇത് ഓരോരോ ഈ പൊസിഷനാണ് വ്യത്യാസമായിട്ട് വരുന്നത്. പൊസിഷൻ ആൻഡ് ഡയറക്ഷൻ. ഇപ്പോൾ ഫേസിൻ്റെ ടോട്ടൽ ഡയറക്ഷൻ ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സിൽ അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് അടുത്ത കോഴ്സ് A to Z കംപ്ലീറ്റ് ആയെങ്കിൽ അതിലോട്ട് കടക്കാം. അതിൻ്റെ ഒപ്പം തന്നെ, ആ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതേപോലുള്ള ആ ഒരു ഡോഗിനെ കാണിച്ചില്ലേ ഞാൻ, അങ്ങനത്തെ ഇതൊക്കെയാണെങ്കിൽ അങ്ങനത്തെ ഷെയ്ഡിങ് ഉള്ള ചിത്രങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പോൾ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് തീരുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഫാമിലി ഫോട്ടോ വരയ്ക്കാനായിട്ട് സാധിക്കും. അതല്ലേ ഗോള്? തന്നെ. എത്ര മെമ്പേഴ്സ് ഉണ്ട് ഫാമിലി ഫോട്ടോൻ്റെ അകത്ത്? ഇവിടെ ഇപ്പൊ ഹസ്ബൻഡ്, ചേച്ചി മാത്രമാണ് അമ്മക്ക് മക്കളായിട്ടുള്ളത്. അങ്ങനെ മൊത്തം നമ്മളൊരു 5, ഒരു 9, അച്ഛനടക്കം 10 ആള്. 10 ആളുടെ ഫാമിലി ഫോട്ടോ ആണ് വരയ്ക്കുന്നത്. അങ്ങനെ വരക്കണം എന്ന് വിചാരിക്കും. ഏത് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം നിലവിൽ? ഇപ്പം ഒരു A5 ഫേസ്ബുക്കാണ്. ഓക്കെ, സ്കെച്ചോ. അനുഭവം പറയണ്ടല്ലേ, ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസിന് അത് മതി. നമ്മൾ നല്ല വലിയ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള പേപ്പർ, ഈവൻ മിനിമം ഐവറി ഷീറ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. ഐവറി ഷീറ്റ് കുറച്ച് വലിയ സൈസിലൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. അത്യാവശ്യം കട്ടി ഉണ്ടാവും. നല്ല ഷെയ്ഡിങ് ഉള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഐവറി ഷീറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. പെൻസിൽ ഏതാ യൂസ് ചെയ്യുന്നത്? പെൻസില് ഇപ്പം നോർമൽ HB ഉണ്ട്, ഒരു 8B പെൻസിൽ ഉണ്ട്. അതിനൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു 4B ഉണ്ട്. പക്ഷെ ഇതിനേക്കാളും നോർമൽ HBയിലാണ് എനിക്ക് കുറച്ചുകൂടെ ഏകദേശം അതിന് ബ്രാൻഡിന്റെ വ്യത്യാസമാണോ എന്ന് പറഞ്ഞൂടാ. അത് ഭയങ്കരമായ ഒരു മീഡിയം ഷെയ്ഡ് എനിക്ക് കിട്ടുന്നില്ല. ഈ 2 ഷെയ്ഡ് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ ലാസ്റ്റ് ചെയ്തതിലൊക്കെ അതൊക്കെ ചെയ്തിട്ടുള്ളൂ. ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്ന പെൻസിലിന്റെ? ബ്രാൻഡും നോക്കിയില്ല സാറേ, അല്ലാതെ ഇങ്ങനെ വാങ്ങിച്ചത്. HB അപ്സരന്റെ ആയിരുന്നു. അപ്സര. കുറച്ച് ഡാർക്ക് ഉണ്ട്, നോർമൽ ഭയങ്കര ലൈറ്റ് അല്ല, കുറച്ച് ഡാർക്ക് ഉള്ള പെൻസിലാ. അപ്പൊ അതാണ് ഞാൻ ഇന്റർമീഡിയറ്റ് മറ്റേ കളറായിട്ട് കൊടുക്കുന്നത്. കറക്റ്റ് ട്രാക്കിലാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരു ലെവൽ, നേരത്തെ പറഞ്ഞ പോലെ ലെവൽ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് മെത്തേഡൊക്കെ പഠിച്ച് അധികം മെറ്റീരിയൽസിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി പോർട്രേറ്റിൻ്റെ സെഷനും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ അപ്ഗ്രേഡ് ചെയ്യാം. പെൻസിൽ നമ്മുടെ ബ്രിസ്ട്രോ ബ്രാൻഡിൻ്റെ ഫുൾ സെറ്റ് 12 സെറ്റിൻ്റെ പെൻസിൽ സെറ്റ് ഉണ്ട്, അത് നമുക്ക് വാങ്ങാം. പിന്നെ പേപ്പർ ഒന്ന് മാറ്റി ഐവറി ഷീറ്റ് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ എനിക്ക് അയച്ചാൽ മതി, ഞാൻ അതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ ചെയ്യുന്ന വീഡിയോ അയച്ചു തരാം. ബ്രിസ്ട്രോ ബ്രാൻഡിൻ്റെ 12 സെറ്റ് ഗ്രാഫൈറ്റ് പെൻസിൽ, പിന്നെ ഐവറി ഷീറ്റ്, അത് 2 മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇതിപ്പോ ഈ ആനേനെ വരച്ചതിൽ ഷെയ്ഡിങ് പ്രസ് ചെയ്താൽ എനിക്ക് ആ ഡാർക്ക് കിട്ടുന്നില്ല. അത് പെൻസിലിന്റെ ആണ്. പക്ഷെ ഞാൻ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് ഷെയ്ഡ് ചെയ്തായിരുന്നു. ഒറ്റ ഇതല്ല, 2-3 ലെയർ ചെയ്തു. പക്ഷെ എന്നാലും അതിലുള്ളത് പോലെ എനിക്ക് ഡാർക്ക്നെസ് കൊടുക്കാന്നുള്ളതിൽ തുടങ്ങിയത്. പക്ഷെ അത് കിട്ടുന്നില്ല എനിക്ക്. എങ്ങനെ
ഒന്നാമത്തെ കാര്യം ഈ ഒരു ബ്ലാക്ക് കണ്ടോ, ഈ ബ്ലാക്ക്, ഈ ഒരു ആ ബ്ലാക്ക് നോർമൽ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത്രയും ബ്ലാക്ക് നമുക്ക് ഉം, കിട്ടില്ല. ഉം, എക്സാക്ട്ലി ബ്ലാക്ക് വേണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചാർക്കോൾ പെൻസിലാണ്. പക്ഷേ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോയി സ്മഡ്ജ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഉം. ഈ പറയുന്ന ബ്രിസ്റ്റോ ബ്രാൻഡിൻ്റെ ഒരു 10B 8B റേഞ്ചുള്ള പെൻസിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ വരയ്ക്കണേക്കാളും കുറച്ചും കൂടി ഡെപ്തിൽ കിട്ടും. പിന്നെ കുറച്ചും കൂടി ലേയേഴ്സ് അപ്ലൈ ചെയ്യാനും പറ്റും. ഇവിടെ കണ്ടോ, ചെറിയ ആ ചെറിയ ഡോട്ട്. ഇത് പേപ്പർ കുറേ അതില് റഫ് ലെയർ ആയതുകൊണ്ടാണ്. ചെയ്തിട്ട് ഡോട്ടൊന്നും പോകുന്നില്ല. അത് പേപ്പർ പേപ്പർ ഇട്ടതാണ്. പേപ്പർ ഇത്തിരി റഫ് ആയതുകൊണ്ട് പൈവറി ഷീറ്റും അപ്ഗ്രേഡ് ചെയ്യുക, പെൻസിൽ അപ്ഗ്രേഡ് ചെയ്യുക, കുറെ കൂടി ബെറ്റർ ഉം, ആയിട്ട്. പിന്നെ ടൈമും കൂടുതൽ എടുക്കുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ടൈം കുറച്ചെടുത്ത് ചെയ്തൊരു ആർട്ട് വർക്കാണ്. പക്ഷെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് സ്കില്ലുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഈ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഒറ്റയിരിപ്പിന് കംപ്ലീറ്റ് ആക്കണ്ട. നല്ലൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ മൊബൈലിലൊക്കെ വേണമെങ്കിൽ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് ഒരു 3-4 സ്റ്റെപ്പിൽ 3-4 ദിവസങ്ങൾ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ബാക്കിയെല്ലാം നീറ്റാണ്. മിസ്റ്റേക്സ് അധികം ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല. കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന മെറ്റീരിയൽ അപ്ഗ്രേഡ് നമുക്ക് ചെയ്യണം. പിന്നെ അടുത്ത കോഴ്സ് അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് കംപ്ലീറ്റ് ആക്കുക. അത് കംപ്ലീറ്റ് ആക്കുന്നതോടുകൂടി ഷെയ്ഡിങ്ങും ഒപ്പം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ റിയൽ ലൈഫ് ഒബ്ജക്റ്റുകൾ നോക്കി വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫോട്ടോ അല്ലാതെ റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ അകത്ത് ആ. തന്നെയുള്ള റിയൽ ഒബ്ജക്റ്റുകൾ, അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോ നോക്കി വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഒബ്സർവേഷൻ സ്കില്ല് കിട്ടും. എന്നിട്ട് നമ്മുടെ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗോള് ട്രൈ ചെയ്ത് നോക്കാം. പോർട്രേറ്റ് അത് ഞാൻ പറയുകയാണെങ്കിൽ 10 പേരുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരാൾക്ക് എത്ര ദിവസം മാറ്റി വെക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. പെട്ടെന്ന് തീർക്കരുത്. കാരണം ഉം. ഈ ഫാമിലി അത് ഫോട്ടോ ആകുമ്പോൾ നീറ്റായിട്ട് എനിക്ക് വീട്ടില് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല, അതെന്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഞാൻ 1 to 1 വരുന്ന എല്ലാവരുടെയും ഗോള് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമിലി 10 മെമ്പേഴ്സ് എന്നല്ലേ പറഞ്ഞേ? ആ വെക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫാമിലി ഫോട്ടോ ചെയ്യുന്ന സമയത്ത് വലിയ പേപ്പർ വാങ്ങണം. ചെറിയ പേപ്പറിൽ ഒരിക്കലും ചെയ്യരുത്. മിനിമം ആ മിനിമം ഒരു A3 സൈസുള്ള പേപ്പറെങ്കിലും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഫുള്ള് എല്ലാവരുടെയും ഫേസ് ഫുള്ളായിട്ട് സ്കെച്ച് ചെയ്യുക. നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്കെച്ച് ചെയ്യുക. അതിന് യാതൊരുവിധ ഇതും കൊടുക്കരുത്. ഫുള്ളായിട്ട് സ്കെച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി ആ സ്കെച്ചിങ്ങിൽ ആൾക്കാരുടെ മുഖച്ഛായ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അത് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ, അഡ്വാൻസ് പോർട്രേറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ എന്തായാലും അതെങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഉം. അതിനുശേഷം ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. വെറുതെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഒരാളുടെ ഫേസിൽ നമ്മൾ എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ റൈറ്റ് ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഒരാൾ എടുക്കുക. നമ്മൾ 3 ദിവസമാണ് ആൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് 3 ദിവസം ഇൻവെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം അടുത്ത ആളോട്ട് പോവുക. പ്രത്യേകിച്ച് ഫാമിലി ഫോട്ടോ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് കുറേ പേര് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പേരുടെ കൃത്യമായിട്ട് വരയ്ക്കും, ബാക്കി ധൃതി പിടിച്ചങ്ങ് തീർക്കും. അപ്പോൾ ഈ പറയുന്ന ഡിഫറൻസുകൾ വരും. നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ട് ഔട്ട്പുട്ടിൽ ഡിഫറൻസ് വരും. അത് വേണ്ട. കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, ഒരു 10 മെമ്പേഴ്സിൻ്റെ ഫാമിലി ഫോട്ടോ ഒരു ഗോൾ ഉണ്ട്. വേറെ എന്തെങ്കിലും ഗോൾ ഉണ്ടോ ആർട്ടിൽ? വേറെ അതുപോലെ തന്നെ എന്റെ അച്ഛന്റെ ഒരു ഫോട്ടോ, അച്ഛൻ മരിച്ചതാ. ഈ രണ്ടച്ഛന്മാരുടെയും ഒരു നല്ലൊരു ഫോട്ടോ, നേരെ നോക്കിയിട്ടുള്ള ഒരു ഫേസിലെ ഫോട്ടോ ഇല്ല. രണ്ടാളുടെ വേറെ ഒരാളുടെ ആൽബത്തിൽ നിന്നൊക്കെ വെച്ചിട്ട് എന്റെ അച്ഛൻ്റെ ഒരു ചെറിയ നമ്മളെ ഫൈവിന്റെ ആ സൈസിലുള്ള ഒരു ഫോട്ടോ ആണ് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട്. നല്ല അതിലും കൂടുതൽ സൂം ചെയ്താൽ ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതൊന്നും രണ്ടുപേരുടെയും ഒന്ന് വരക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. യെസ്. അപ്പോൾ അത് ഇതിനൊക്കെ ഫാമിലി ഫോട്ടോയ്ക്ക് മുമ്പ് അത് ചെയ്തോളൂ കേട്ടോ. ഏതാ രണ്ടാമത് അച്ഛന്റെ ഫോട്ടോ? അതെ 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 അതെ. ഫാമിലി ഫോട്ടോ കുറച്ചും കൂടി ചലഞ്ചിങ് ആയിരിക്കും. 10 പേരുണ്ട്. 10 പേരുടെയും മുഖച്ഛായ ഡിഫറൻ്റ് ആണ്, ഫേഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം ഡിഫറൻ്റ് ആണ്. പിന്നെ വലിയ സൈസിലായിരിക്കും. നമ്മുടെ ഒരു ലൈഫ് ടൈം ആയിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ആക്കി കൺസിഡർ ചെയ്ത് വേണം അത് ചെയ്യാനായിട്ട്. അപ്പം അതിനൊക്കെ മുമ്പായിട്ട് അച്ഛൻ്റെ ഫോട്ടോ വരയ്ക്കുന്നത് നല്ലതായിരിക്കും. കുറെ കൂടി പ്രാക്ടീസ് കിട്ടും അതിലോട്ട് വരുന്ന സമയത്ത്. പിന്നെ ഓൾറെഡി പോർട്രേറ്റിലാണ് ഫോക്കസ് എങ്കിൽ, നമ്മുടെ ഗോള് പോർട്രേറ്റ് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് എത്തിച്ചേരുന്ന കാര്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കിക്കോളൂ. ഇപ്പോൾ റെഫറൻസ് ഇമേജ് എടുക്കുകയാണെങ്കിലും പോർട്രേറ്റ് റിലേറ്റഡ് കൂടുതൽ ചെയ്യുക. പിന്നെ റിയൽ ഒബ്ജക്റ്റുകൾ കൂടുതൽ റിയൽ ഒബ്ജക്റ്റ് നോക്കി വരയ്ക്കുന്നതും
പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. റിയൽ ലൈഫ് ഒബ്ജക്റ്റുകൾ നോക്കി വരച്ച് പ്രാക്ടീസ് ചെയ്യുക, ഡിഫറെൻ്റ് ആൾക്കാരുടെ ഫേസസ് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക, ഡിഫറെൻറ്റ് ഫേഷ്യൽ ഫീച്ചേഴ്സ് ഷെയ്ഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടുകളും ഷെയ്ഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഫൈനൽ ഗോളിലോട്ട്, അങ്ങനെ ഫൈനൽ ഗോൾ റിലേറ്റഡ് ടാസ്കുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ പോർട്രേറ്റ് ചെയ്യുമ്പോൾ പറയും ഗ്രിഡ് ആണോ അതോ ഫ്രീ ഹാൻഡ് ആണോ കുറച്ചുകൂടെ എന്റെ ലെവലിൽ ബെറ്റർ ആവുക എന്നുള്ളത്? രണ്ട് തരത്തിൽ ചെയ്യാം. ഗ്രിഡ് മോശമാണെന്ന് അഭിപ്രായം എനിക്കില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നല്ല കമ്മീഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് 100% കറക്റ്റ് ആവണം എന്ന് വിചാരിച്ചിരുന്ന റിയലിസ്റ്റിക് വർക്കിലൊക്കെ ഗ്രിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല. പക്ഷെ അതിനോടൊപ്പം ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 10 മെമ്പേഴ്സ് ഫാമിലി ഫോട്ടോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഗ്രിഡ് യൂസ് ചെയ്യരുത്, നമ്മുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചുള്ള ഗ്രിഡ് യൂസ് ചെയ്യുക. നല്ല നീറ്റ് ഗ്രിഡ് വരയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ വരയ്ക്കുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് വരയ്ക്കുക. ടൗട്ടിന് ഇട്ടതിന് ശേഷം ഷെയ്ഡ് മുമ്പ് ഫുള്ളായിട്ട് മായ്ച്ച് കളയണം. അല്ല, ഇതിപ്പോ ഫാമിലി ഫോട്ടോ എല്ലാവരുടെയും പല സൈസിൽ ഇപ്പൊ എടുക്കേണ്ടി വരും. ഒരുമിച്ച് എനിക്കൊരു ഫോട്ടോ ആയിട്ട് കിട്ടൂല. മിക്കവാറും എല്ലാവരുടെയും ഒരു കഴുത്ത് വരെയുള്ളത് കിട്ടാനും സാധ്യത. അച്ഛൻ്റെ അത്രയേ ഉള്ളൂ. ബാക്കി ഊർജ്ജ ചേർക്കാൻ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടുത്തെ അച്ഛൻ്റെ ഹസ്ബൻഡ് അച്ഛൻ്റെ. അപ്പൊ ഇവിടെ കാണുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ അത് കുറേ അതെങ്ങനെയാ വരക്കണ്ടേ എന്നുള്ളതാ. ഫുൾ സൈസിൽ വരക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവരുടെയും ബാക്കി അച്ഛൻ്റെ ഒഴിച്ച ബാക്കിയുള്ളവരുടെ ഒക്കെ കിട്ടുന്ന വിചാരിക്കാം. കുറേ മെത്തേഡ് ഉണ്ട്. അത് ഡിജിറ്റലി ചെയ്യുന്നവരാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 10 മെമ്പേഴ്സിന്റെ ഫാമിലി ഫോട്ടോ എന്നല്ല പറഞ്ഞേ, ആ സെയിം കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ സെയിം തരത്തിലുള്ള ഫോട്ടോസ് കിട്ടും. ആ നമ്മൾ സെലക്ട് ചെയ്യുക, ഇപ്പം അതിലെത്ര ലേഡീസ് ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് സെയിം പോലെ തോന്നുന്ന ഒരു റെഫറൻസ് പിക്ചർ സെലക്ട് ചെയ്യുക. അതിൽ ആൾക്കാരുടെ തലകൾ മാത്രം മാറ്റി വരച്ചാൽ മതിയായിരിക്കും. ചിലപ്പോൾ അങ്ങനെ കിട്ടിയെന്നിരിക്കും. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു 5 പേരുടെ ഫുൾ ബോഡി നമ്മുടെ അടുത്തുണ്ട്, ഒരു 3 ആളുടെ തല മാത്രമേ ഉള്ളെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സെപ്പറേറ്റ് ബോഡി വരച്ച് കയറ്റി അവിടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റെഫറൻസ് എടുക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. മനസ്സിലാവും. അപ്പോൾ ഞാൻ ഡിജിറ്റലി കുറേ പേര് വരയ്ക്കുന്നത് കണ്ടിട്ടുള്ളത് റെഫറൻസ് എടുത്തിട്ടാണ് കുറേ പേര് വരയ്ക്കുന്നത്. ആ ഇപ്പോൾ ഒരു ഫാമിലി ഫോട്ടോയിൽ 3 പേരുണ്ട്, ഒരു അച്ഛനെ വരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ള റെഫറൻസ് ഫോട്ടോ, ഫുൾ സൈസ് റെഫറൻസ് ഫോട്ടോ നെറ്റിൽ നോക്കി കണ്ടുപിടിക്കും. അത് റെഫറൻസ് നോക്കിയിട്ടാണ് ആ ഹെഡ് ആഡ് ചെയ്തിട്ട് ഇതിലോട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് ചാടിക്കയറി വരയ്ക്കേണ്ട, കുറേ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തി ഇതെല്ലാം കളക്ട് ചെയ്ത്. പെർഫെക്ഷൻ ആയിട്ട് വരക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതെ അതെ അതെ. ഫോട്ടോസൊക്കെ കളക്ട് ചിലപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ഫോട്ടോസ് കിട്ടുമായിരിക്കും. അപ്പോൾ ഒന്ന് കളക്ട് ചെയ്ത്, കിട്ടിയില്ലെങ്കിൽ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്യുക, പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്യുക, ഗ്രൂപ്പ് ഫോട്ടോസ് ഡിഫറെൻറ്റ് കിട്ടും. പ്രത്യേകിച്ച് മലയാളികളുടെ സെർച്ച് ചെയ്യാനായിട്ട് നോക്കുക, കേരളത്തിലുള്ള ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിൻ്റെ ബോഡീസ് എങ്ങനെയാണ് ആൾക്കാർ നിൽക്കുന്നത്, ഇരിക്കുന്നത്, 10 പേരാണ് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ സ്കെച്ച് ഇട്ട് നോക്കുക. അപ്പോൾ സ്കെച്ച് ഇടുന്ന സമയത്ത് ഫസ്റ്റിൽ തന്നെ നമ്മുടെ വലിയ പേപ്പറിലോട്ട് സ്കെച്ച് ചെയ്യാതെ നമ്മുടെ കയ്യിൽ ചെറിയ ബുക്കിൻ്റെ അകത്ത് A4 പ്രാക്ടീസ് ചെയ്ത് നോക്കുക. റഫായിട്ട് വരച്ച് 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 ഫൈനൽ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ഈ പറയുന്ന 10 പേരെ എവിടെ നിർത്തണം, ഏത് ഓർഡറിൽ നിർത്തണം ഒക്കെ ഉണ്ടല്ലോ, അത് അറേഞ്ച്മെൻ്റ് ആദ്യം റഫായിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഫൈനലാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ വലിയ പേപ്പറിലോട്ട് വരയ്ക്കാൻ പാടുള്ളൂ. അപ്പൊ അതിൽ ഗ്രിഡ് യൂസ് ചെയ്യാലോ. അങ്ങനെ സെപ്പറേറ്റ് ഓരോരാളുടെയും സെപ്പറേറ്റ് വെച്ചിട്ടാണോ ഗ്രിഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഗ്രിഡ് യൂസ് ചെയ്യാനായിട്ട് തല മാത്രം വരയ്ക്കാൻ അല്ല ബുദ്ധിമുട്ടുള്ളൂ, വേറെ ബോഡി പാർട്ട് ഗ്രിഡ് വേണമെന്നില്ലല്ലോ. ഉണ്ടാവില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ എന്നെ അതിൽ വരച്ചിറക്കണം എന്ന് വിചാരിക്കും. ഇപ്പം എൻ്റെ ഒരു ഫോട്ടോ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കും. സ്ക്വയറിൽ, ടോട്ടൽ സ്ക്വയറിൽ എൻ്റെ തല ഒരു സ്ക്വയറിൻ്റെ അകത്താക്കുക. എന്നിട്ട് പേപ്പറിലും ഒരു സ്ക്വയർ വരയ്ക്കുക. ഇപ്പം എൻ്റെ ഫോട്ടോ 2 സെൻറ്റിമീറ്റർ × 2 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ ആണെങ്കിൽ പേപ്പറിൽ വലുതാക്കി വരയ്ക്കുകയാണെങ്കിൽ 4 × 4 സ്ക്വയർ ഇടാം, 6 × 6 സ്ക്വയർ ഇടാം. എന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പേപ്പറിലും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ തലയ്ക്ക് മാത്രമേ ഗ്രിഡ് വരുള്ളൂ, ബോഡി പാർട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ തീരെ ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഗ്രിഡ് നമുക്ക് അതിനനുസരിച്ചിട്ട് വരയ്ക്കുന്ന പേപ്പറിലോട്ട് വലുതാക്കി വരച്ച് കഴിഞ്ഞാൽ സൈസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ കമ്മീഷൻ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഗ്രൂപ്പിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അവരെങ്ങനെ വരയ്ക്കണം എന്നൊക്കെ കമന്റ് വഴി ചോദിക്കാൻ പറ്റും. അവരുടെയൊക്കെ കണ്ടിട്ടാണ് ഇപ്പൊ ഇൻസ്പിറേഷൻ കൂടിയത്. ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു, അയ്യോ അതുപോലെ ആവുന്നില്ലല്ലോ എന്നുള്ള നെഗറ്റീവ് ആണ് അറിയാവുന്നത്. ഇപ്പൊ ഇത് തന്നെ ഞാൻ ഇപ്പൊ 2-3 തവണ കോൺഫിഡൻസ് അച്ചീവർ കൊടുക്കണമെങ്കിൽ 2-3 തവണ പിന്നോട്ട് പോയി. എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ ലാസ്റ്റ് വെച്ചാൽ ബാക്കി ഇപ്പൊ 1-to-1 കഴിഞ്ഞു എന്ന് പറഞ്ഞ 1-2 പേരുടെ ഒക്കെ ഫോട്ടോ അവർ വരച്ചിട്ടത് കണ്ടപ്പോഴേ
അവരുടെ അടുത്ത് ഞാൻ എത്തിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പുറകോട്ട് നിൽക്കുന്നത്. പിന്നെ ഏതായാലും എന്നെ സ്വന്തം ബൂസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഇതിന് വേണ്ടി ഇന്ന് നോക്കിയതാ. ഞാൻ ഇത്ര പെട്ടെന്ന് സാറിന് ഇത് അപ്പോയിന്റ്മെന്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇന്നലെ കഴിഞ്ഞ് ഇന്നത്തേക്കാവും ഞാൻ എന്റെ അടുത്ത മാസത്തേക്കാണെങ്കിൽ ഒന്ന് ഇട്ട് വെക്കാന്നുള്ള ഇത് നോക്കിയതാ. ഞാൻ ഫോക്കസ് കൊടുക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം ഓൺലൈൻ ക്ലാസ് ആവുന്ന സമയത്ത് പല സ്റ്റേജിൽ വരയ്ക്കാൻ അറിയുന്നവർ നമ്മുടെ ക്ലാസ്സിലോട്ട് വരും. നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവർ വരും, ഒട്ടും വരയ്ക്കാത്തവർ, ആദ്യമായിട്ട് വരയ്ക്കുന്നവർ, ഒരുപാട് പ്രായമായിട്ടുള്ളവരൊക്കെ വരും. എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സ്റ്റേജിലാണോ എൻ്റെ അടുത്ത് വരുന്നത് അവിടെ നിന്നും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് തരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഒട്ടും വരയ്ക്കാത്ത ഒരാൾ വരികയാണെങ്കിൽ അവരെ കൊണ്ട് ആദ്യമായിട്ട് ഒരു ചിത്രം വരപ്പിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരപ്പിച്ച് ബേസിക്കിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകുന്നുള്ളതാണ്. നന്നായിട്ട് വരയ്ക്കുന്ന ഒരാൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്മീഷൻ വർക്ക് ചെയ്യുന്ന ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് അതിൻ്റെ അടുത്തടുത്ത സ്റ്റെപ്പുകൾ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് മാത്രം നോക്കിയാൽ മതി. എങ്ങനെയാണ് നമ്മൾ വന്ന സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ, ഇപ്പോൾ ഈ നമ്മുടെ ഫേസ്ബുക്ക് ആ ഗ്രൂപ്പ് നോക്കുമ്പോൾ തന്നെ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നമ്മൾ ആദ്യം വന്ന സമയത്ത് ഷെയ്ഡിങ് ഒന്നും അറിയില്ലായിരുന്നു, സിമ്പിൾ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നത്, ഔട്ട്ലൈൻ മാത്രം വരച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് എത്തിയ സമയത്ത് നമ്മൾ അത്തരത്തിലൊരു, ഇപ്പോൾ ഇന്നലെ എന്നെ കാണിക്കാൻ വേണ്ടി വരച്ചെന്ന് പറഞ്ഞു, പക്ഷെ ഒരു ഷോർട്ട് പീരീഡിൻ്റെ അകത്ത് ആ ഒരു റെഫറൻസ് പിക്ചർ സെലക്ട് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുകയും ചെയ്തു. കൂടാതെ ഇത് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും നല്ല നീറ്റായിട്ട് തന്നെ ആ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് ചുരുങ്ങിയ സമയത്തിൻ്റെ അകത്ത് വരച്ച് കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ജേണിയാണ് നമ്മൾ ഏകദേശം എത്ര മാസമായിട്ടുണ്ടാവും ക്ലാസ്സിൽ വന്നിട്ട്? മൂന്നാമത്തെ മാസം അത്രേ ഉള്ളൂ, മൂന്ന് അത്രേ മാസം ഉള്ളൂ. കഴിഞ്ഞു. നമ്മൾ നല്ല സ്പീഡായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. നോർമലി ഓഫ്ലൈനൊക്കെ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഈ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ എന്താണ് മെത്തേഡ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്താണ് മെത്തേഡ് എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നേരെ പ്രാക്ടീസ് ചെയ്താൽ മതി ഇമ്പ്രൂവ്മെൻറ്റ് വരാനായിട്ട്. പിന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ വരയ്ക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ കാണുകയും അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോഴാണ് കുറെക്കൂടി. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പൊക്കെ അത് എങ്ങനെയുണ്ട്? ആദ്യമൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ പോലെ മടിയായിരുന്നു. പക്ഷേ ഈ കമ്മീഷൻ വർക്ക് ചെയ്യുന്നവരുടെ ഒക്കെ ഫോട്ടോ ആയിരുന്നു ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ. ഫസ്റ്റ് അസൈൻമെന്റ് പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താ. അതിനുശേഷം എന്തെങ്കിലും ഒന്ന് വരയ്ക്കാൻ നോക്കുമ്പോഴേ ഞാൻ ഫസ്റ്റ് കണ്ട ഫോട്ടോ കമ്മീഷൻ വർക്ക് ചെയ്യുന്ന ഫസൽ എന്നൊക്കെ പറഞ്ഞ അവരുടെ ഒക്കെ ഫോട്ടോ. അത് കണ്ടപ്പോ പിന്നെ ഞാൻ ആകെ ഡൗൺ ആയി, ഇത് എന്റേത് എങ്ങനെയാ ഇടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വീക്കിലി മീറ്റിംഗ് ഒക്കെ കേട്ടപ്പോ ഏതായാലും ഇട്ടേക്കാം. അപ്പൊ അതിന് വരുന്ന കമന്റ് ആ നന്നായി വരയ്ക്കുന്ന ആ ചേട്ടന്മാര് തന്നെ വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ നമുക്കത് ഒരു നല്ല ഇൻസ്പിറേഷനാണ്. നമുക്ക് ചെയ്യാൻ പറ്റും, ആവും. അപ്പൊ ഓരോരാട് ഇമ്പ്രൂവ്മെന്റ് കാണിച്ചിട്ടുള്ള ഫോട്ടോ ഇടുമ്പോൾ എത്ര മാസമായി എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടുപേരുടെ അടുത്ത്. അപ്പൊ 2 മാസം 3 മാസം ഒക്കെ കഴിയുമ്പോൾ അപ്പൊ എനിക്കും വരാൻ പറ്റുമായിരിക്കും മുന്നോട്ട് എന്നുള്ളൊരു സെൽഫ് മോട്ടിവേറ്റഡ് തന്നെ ശരിക്കും പറഞ്ഞ നല്ല സപ്പോർട്ടാ, കട്ട സപ്പോർട്ടാണ് ശരിക്കും. അതെന്താ റീസൺ എന്നറിയാവോ? ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്ര എത്ര റാഷായിട്ട് കാർ ഓടിക്കുന്ന ഒരാൾ, എത്ര ശ്രദ്ധയില്ലാതെ കാർ ഓടിക്കുന്ന, റോഡിൽ കാർ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ പോലും എൽബോർഡ് വെച്ചിട്ട് ഒരു കാർ പോകുന്നുണ്ട് കഴിഞ്ഞാൽ ഒന്ന് സൈഡ് കൊടുക്കും, ഒന്ന് സപ്പോർട്ട് കൊടുക്കും. കാരണം എന്താണെന്നറിയാവോ? കാരണം ഇദ്ദേഹത്തിന് അറിയാം ഞാനും പണ്ട് എൽബോർഡ് വെച്ചിട്ട് അതേ ഇങ്ങനെ റോഡിലൂടെ അതേപോലെ ഓടിച്ചിരുന്നതാണ്. സെയിം അവസ്ഥ നമ്മുടെ ഗ്രൂപ്പിൽ. എത്ര നന്നായിട്ട് വരയ്ക്കുന്ന, എത്ര ഡെവലപ്പ് ചെയ്ത ആർട്ടിസ്റ്റ് ആണെങ്കിലും പുതിയൊരാൾ നമ്മുടെ ഗ്രൂപ്പിലോട്ട് വരുന്ന സമയത്ത് അവർക്കൊരു സപ്പോർട്ട് നമ്മൾ എല്ലാവരും കൊടുക്കും. കാരണം നമുക്കറിയാം നമ്മളും ആ ഒരു സ്റ്റേജിൽ ആ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ പുതിയ എല്ലാവർക്കും ധൈര്യമായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിൻ്റെ ഒരു വിജയം. ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമായിട്ടുള്ളവർ വരെ എത്ര ചെറിയ ചിത്രങ്ങളാണെങ്കിലും ധൈര്യമായിട്ട് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും മോട്ടിവേഷൻ കിട്ടും. പിന്നെ വീക്കിലി മീറ്റിങ്ങിനെ കുറിച്ച് എന്താ അഭിപ്രായം? മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ മിക്കവാറും ഞാൻ വീഡിയോ ഓൺ ആക്കാറില്ല. ചെറിയ കുട്ടിയുണ്ട്, ആ, ഇടയൊക്കെ പനി വിളിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് ഫുള്ളായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ റെക്കോർഡ് കേൾക്കാനൊക്കെ ഒരു ഒന്നാമത് കേൾക്കണമെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് കുറച്ച് ലഞ്ച് ബ്രേക്കുള്ള സമയത്തൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് പിള്ളേരുടെ അടുത്ത് 3 കുട്ടികളുണ്ട്. ചെറിയ ആള് 2 വയസ്സാ. അപ്പൊ നന്നായി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കും മേലെ ആവശ്യമുള്ള ടൈം ആയതുകൊണ്ട് ഫുൾ ടൈം എനിക്ക് എന്റെ ഇതിൽ ഇരിക്കാൻ പറ്റില്ല. അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ നേരം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിന്റെ ടൈമിലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ വീക്ക്ലി മീറ്റിംഗ് അതുകൊണ്ട് ഞാൻ പരമാവധി എന്തായാലും എന്റെ ചെവിയിൽ കേട്ടോണ്ടിരിക്കും. ഓണാക്കി വെച്ച് വീഡിയോ ഓണാക്കിയില്ലെങ്കിലും പിള്ളേരുടെ അടുത്ത് ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇത് ഫുൾ ടൈം ഇത് പറ്റുന്നതും 8 മണിക്ക് തന്നെ ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. റെക്കോർഡഡ് ആയിട്ട് കേൾക്കുമ്പോഴാണ് ആ ഒരു ഫീല് കിട്ടുന്നില്ല. കാര്യങ്ങൾ അറിയാം, എന്താണെന്ന് ഡിസ്കസ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അറിയാൻ പറ്റും. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായെന്നില്ല. പക്ഷെ പറഞ്ഞാല് ചാറ്റിലോട്ട് ഇട്ടേന്നുള്ള സാറിന്റെ പറയുമ്പോൾ ഞാൻ അറിയാതെ ചാറ്റ് ബട്ടൺ തൊട്ടു പോകുന്നുണ്ട്.
ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ആ സമയത്തുള്ളത് ലൈവായിട്ടുള്ളത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എല്ലാരെയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ എല്ലാരും ഒരേ സമയത്ത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുള്ളത് ഭയങ്കര ഒരുപാട് സന്തോഷം. വേറെ എന്തെങ്കിലും എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാനോ ഡൗട്ട് ചോദിക്കാനുണ്ടോ? തന്നെയുള്ളു. ഇത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ വർക്ക് ഒക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ജോലിയും പിള്ളേരും എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് എങ്ങനെയാ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും 5 വർഷത്തെ കോള് പറഞ്ഞപ്പോ 5 വർഷം ആകുമ്പോഴേക്കും പിള്ളേരിലൊന്ന് സെറ്റ് ആവുന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സമയത്തേക്ക് എന്റെ ഈ ഫാമിലി ഫോട്ടോ കണ്ടിട്ട് അറിഞ്ഞുകൊണ്ട് ആൾക്കാർ വരണം എന്നുള്ള ഒരു ഇതാണ് ഇപ്പോഴുള്ളത്. യെസ് യെസ് യെസ്, കറക്റ്റ് തോട്ടാണ്. കമ്മീഷൻ വർക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ ഒരു കോട്ടുണ്ട്. അതായത് ഒരിക്കലും നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിളിൽ നിൽക്കുമ്പോൾ, നമ്മൾ ആവശ്യക്കാരനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ബിസിനസ് ചെയ്തിരുന്ന പറയാറുള്ളത്. അതായത് നമുക്ക് കമ്മീഷൻ വർക്ക് ആവശ്യമായിട്ട് വരുന്ന സമയത്തല്ല അതിലോട്ട് ഇറങ്ങേണ്ടത്, അതിനൊക്കെ മുമ്പായിട്ട് അതിലോട്ട് ഇറങ്ങണം, അതിൻ്റെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയാറുള്ളത്. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്ന കുറേ പേരുണ്ട്. അതായത് ഞാൻ നന്നായിട്ട് വരച്ചതിന് ശേഷം മാത്രം കമ്മീഷൻ വർക്കിനെ കുറിച്ച് മാർക്കറ്റിംഗ് ചെയ്യും, അതിനുശേഷം മാത്രം ഞാൻ പ്രൊമോട്ട് ചെയ്യും, അതിനുശേഷം മാത്രം കമ്മീഷൻ വർക്ക് എടുക്കുമെന്ന് വിചാരിച്ച് അവസാനം കഷ്ടപ്പെട്ട് വരച്ച് ലാസ്റ്റ് ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് ഇതിൻ്റെ പോസ്റ്ററൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ തിരിച്ച് റെസ്പോൺസ് വരില്ല, കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്യില്ല, വിഷമിച്ചിരിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. കമ്മീഷൻ വർക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം മുതലേ പതിയെ സോഷ്യൽ മീഡിയയിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുക, കമ്മീഷൻ വർക്ക് എടുക്കുന്നുണ്ടെന്ന് അനൗൺസ് ചെയ്യുക, ബയോയിലൊക്കെ ചേഞ്ച് വരുത്തുക, കമ്മീഷൻ വർക്ക് എടുക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും. കമ്മീഷൻ വർക്ക് കിട്ടുന്നല്ല പറയുന്നത്, ആൾക്കാർ നമ്മളെ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ നമ്മുടെ വരയ്ക്കുന്ന ചിത്രങ്ങൾ കാണും ആൾക്കാർ, അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഈ പറയുന്ന പോലെ 10 ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ വരച്ചിടുമ്പോഴേക്കും പെട്ടെന്ന് ആൾക്കാർ കണക്റ്റഡ് ആവും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള എൻക്വയറി വരും. പക്ഷേ കമ്മീഷൻ വർക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ചിത്രം വരച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ 10 തരത്തിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഐഡിയ നമുക്ക് വേണം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരാം. എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ കാണിച്ചു തരാം. ഒരു മിനിറ്റ് കേട്ടോ. ഇത് മാർക്കറ്റിംഗ് സൈഡാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഞാനൊരു സീബ്രേനെ വരച്ചിട്ടുണ്ട്. സീബ്രേനെ വരച്ചിട്ട് ഞാൻ ഓൾറെഡി റീലാക്കി പോസ്റ്റ് ചെയ്തു. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും റീൽസാക്കി പോസ്റ്റ് ചെയ്തു. അതിനുശേഷം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് പോലെ പോസ്റ്റും കൂടി ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നത്? അപ്പോൾ ഒറ്റൊരു ചിത്രമേ വരച്ചിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് ഡിഫറെൻറ്റ് പോസ്റ്റുകൾ, അതുപോലെ തന്നെ കണ്ണ് വരയ്ക്കുന്നത് നോക്കി. കണ്ണ് വരയ്ക്കുന്നത് ആക്ച്വലി ലോങ് ട്യൂട്ടോറിയലാണ്, ഫുള്ള് ട്യൂട്ടോറിയലാണ് കണ്ണ് വരയ്ക്കേണ്ടത്. അതുണ്ട്. കണ്ണ് വരയ്ക്കേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. കണ്ണ് വരയ്ക്കുന്നതിൻ്റെ ഷോർട്സും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു ചിത്രമെങ്കിൽ വരച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് പല തരത്തിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. റീലാക്കി മാറ്റാം, ഫോട്ടോ ആക്കി മാറ്റാം, പോസ്റ്ററാക്കി മാറ്റാം. ഈ പറയുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വർക്കിംഗ് പ്രോഗ്രസ് പിക്ചേഴ്സ് എന്ന് പറയും, വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ടുണ്ട്. അങ്ങനെ മാക്സിമം ഇപ്പം മുതൽ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ സെറ്റായി പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ടൈം ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് കമ്മീഷൻ വർക്ക്. കേട്ടില്ല? ടെക്നിക്കലായിട്ട് ഞാനൊന്ന് ബൂസ്റ്റ് ആവാനുണ്ട് അത്രയാണ്. ജസ്റ്റ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നല്ലാതെ അങ്ങനെ ചാനൽ തുടങ്ങുക അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. ഞാൻ പക്ഷെ അതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അത് അല്ലേ നോക്കണം. യാതൊരു വിഷയമില്ല. ഞാൻ ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്യുക, യൂട്യൂബ് ചാനൽ, ഇത് മൂന്നുമാണ് മിനിമം വേണ്ടത്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് യൂസ് ചെയ്യുക. ഫേസ്ബുക്ക് ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് അല്ല, ഫേസ്ബുക്ക് ഗ്രൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഞാനൊരു ആർട്ട് റിലേറ്റഡ് ചാനൽ തുടങ്ങി, ഇന്നൊരു ഇഷ്യൂ സംഭവിക്കുന്നുണ്ട്, അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് യൂസ് ചെയ്യരുത്. പക്ഷേ ടെക്നിക്കൽ സൈഡ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഈ ചാനലൊക്കെ നടത്തുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട്, അവരുടെ സൈഡിൽ നിന്ന് ഹെൽപ്പ് എടുക്കാനായിട്ട് പറ്റും ഗ്രൂപ്പിലൂടെ. ഇപ്പോഴെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് മെയിൻ കാര്യം. പോസ്റ്റ് ഇടാനൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ, അറിയുന്നത് വെച്ചിട്ട് ഇപ്പോഴെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. എന്നാൽ മാത്രമേ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്ത് നല്ല കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച സമയത്ത് കമ്മീഷൻ വർക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ ഒന്നാമത് മടിയാ. ഇതിലിപ്പോ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതുകൊണ്ട് വേറെ ആരും കാണുന്നില്ലല്ലോ, അങ്ങനെ ചെയ്യുന്നതാ. ഇപ്പൊ ലാസ്റ്റ് ഒരു പൂച്ചേന്റെ ചിത്രം ഉണ്ടായിട്ടില്ലേ, ബട്ടർഫ്ലൈയും ഇതും കൂടെ ഇല്ലേ. ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ല, പൊതുവെ ഒന്നും ചെയ്യാത്ത ആളാണ്. അപ്പൊ അത് ഞാൻ അന്ന് വരച്ചന്ന് എനിക്ക് തന്നെ ഒരു നല്ല സന്തോഷം തോന്നി, അത് വരച്ച് കംപ്ലീറ്റ് ആയപ്പോഴേ. അപ്പൊ അത് അന്ന് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് ഒരുവിധം എല്ലാവരും ആരാ വരച്ചേന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി, നല്ല ഹാപ്പി ആയി തോന്നി. അപ്പൊ അന്നേരം തൊട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന വല്ല വെറുതെ ഇനി
കമ്മീഷൻ വർക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ വരക്കുന്നത് ഞാൻ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലോട്ട് മാറാൻ ആൾക്കാർ എന്നെ അങ്ങനെ തിരിച്ചറിയണം എന്നൊരു ആഗ്രഹം. അപ്പൊ തീർച്ചയായിട്ടും. അത് അപ്പൊ എന്തായാലും ഇനി മുതൽ വരയ്ക്കുന്നതെല്ലാം ധൈര്യപൂർവ്വം പോസ്റ്റ് ചെയ്തോ, നമ്മളൊരു ലെവൽ എത്തിയാലോ. ആ, യെസ്. വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഏകദേശം ഇതൊക്കെ തന്നെയുള്ളൂ. ഞാൻ വരുമ്പോ തന്നെ ഞാൻ എന്താ പറയണ്ടെന്ന് പറഞ്ഞൂടാ. എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു മുന്നോട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. എന്തൊക്കെ ചെയ്യണം എന്നുണ്ട് ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ. വരക്കണം എന്ന് കംപ്ലീറ്റ് ചെയ്യണം ഈ ഒരൊറ്റ ഫോക്കസിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. എനിക്കൊരു ഫാമിലി ഫോട്ടോ വരക്കണമായിരുന്നു. പക്ഷെ ഫാമിലി ഫോട്ടോ വരക്കണമെങ്കിൽ എന്തായാലും പഠിച്ചേ പറ്റൂ എന്നുള്ളതുകൊണ്ട് അങ്ങനെ കയറിയതേ ഉള്ളൂ. കമ്മീഷൻ വർക്ക് അല്ലെങ്കിൽ എക്സിബിഷൻ അങ്ങനത്തെ ചിന്തകളൊന്നും ഉണ്ടായി. പക്ഷെ ഇപ്പൊ ഇതിലിങ്ങനെ ഓരോരോ ആൾക്കാർ പറയുമ്പോഴേ എനിക്ക് എന്തോട് ചെയ്തുകൂടാന്ന് ഇങ്ങനെ സ്വയം തോന്നുന്നു. എന്റെ ക്ലാരിറ്റി ഇല്ല, എനിക്ക് എന്താ ചെയ്യാ എങ്ങനെ ചെയ്യാം ഇപ്പൊ ചെയ്യാന്നൊന്നുമില്ല. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ട്. അതാണ് ഇത് കഴിഞ്ഞാൽ കമ്മീഷൻ വർക്ക് വേണം എന്നുള്ള ഒരു ലെവലിലോട്ട് ഞാനിപ്പോ മാറി. Yes, അതിന് ഒരുപാട് സന്തോഷം. ശേഷമുള്ളത് കറക്റ്റ് ട്രാക്കിലാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, പക്ഷെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തോന്നലാണ് നമുക്ക് ആദ്യം ഉണ്ടാവുക. അങ്ങനെ തോന്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ചെയ്യുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയാണെങ്കിലും റിയലായിട്ട് കമ്മീഷൻ വർക്ക് ചെയ്ത് ഒരുപാട് പൈസ സമ്പാദിക്കുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട്. അവരായിട്ട് കാണാം, കണക്റ്റഡ് ആവാം, അവിടെ നിന്ന് കുറേ ഐഡിയ നമുക്ക് കിട്ടും, പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് കുറേ ഹെൽപ്പ് കിട്ടും. പതിയെ പതിയെ ആ ഒരു ജേണിയിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അത് എത്തുന്നവരെ നമുക്ക് യാതൊരുവിധ ക്ലാരിറ്റി ഉണ്ടാവില്ല. അടുത്ത സ്റ്റെപ്പ് മാത്രമേ നേരത്തെ പറഞ്ഞല്ലോ, കമ്മീഷൻ വർക്ക് ചെയ്യണൊക്കെ മുമ്പ് നമുക്ക് കുറേ നല്ല ചിത്രങ്ങൾ വരയ്ക്കണം. ആ സ്റ്റെപ്പ് നമുക്കറിയാം. കുറേ നല്ല ചിത്രങ്ങൾ വരച്ചെത്തുമ്പോഴേക്കും അടുത്തടുത്ത സ്റ്റെപ്പ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അതിനാണ് നമുക്ക് ഈ കമ്മ്യൂണിറ്റി സിസ്റ്റം, നമ്മുടെ ലേണിംഗ് സിസ്റ്റം എല്ലാം വരുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ആഗ്രഹമാണ് ഏറ്റവും വലുത്. അപ്പോൾ കൃത്യമായിട്ട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെന്ന് മനസ്സിലായി. പിന്നെ മുന്നോട്ട് തന്നെ പോയാൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണോ അതിൽ ക്ലാരിറ്റി വരുത്തുക, അതങ്ങ് ചെയ്യാം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് എന്നുള്ളത്. അതിൻ്റെ ഒപ്പം ഷെയ്ഡിങ് കൂടി ഇമ്പ്രൂവ് ചെയ്യുക, മെറ്റീരിയൽസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് അത് ചെയ്യുമ്പോഴേക്കും ബെറ്റർ ആയിട്ടൊരു പോർട്രേറ്റ് വരയ്ക്കാൻ പറ്റുന്ന ലെവലിലോട്ട് നമ്മൾ എത്തും. എന്നിട്ട് നമ്മുടെ അച്ഛൻ്റെ പോർട്രേറ്റ് ആദ്യം വരയ്ക്കുക, അതിനുശേഷം നമ്മുടെ ഫാമിലി പോർട്രേറ്റിലോട്ട് കിടക്കുക. ഇന്ന് മുതൽ ഇനി വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ടും സ്റ്റാർട്ട് ചെയ്യുക. സെക്കൻഡ് തോട്ടും നമ്മുടെ ആൾക്കാർ എന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. ഗ്രൂപ്പിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ പബ്ലിക് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും. ഡിഫറൻസ് ഒന്നുമില്ല, ആൾക്കാർ കുറച്ച് കൂടുതൽ കാണുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് പോസ്റ്റ് ചെയ്യുക. ഇതിലിപ്പോ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് എപ്പോഴത്തേക്ക് വരക്കാൻ പറ്റുമായിരിക്കണം? ഇതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്റെ ഇടയിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഒരു വർഷം കൊണ്ടൊക്കെ എനിക്ക് പറ്റുമോ എന്നുള്ളതാണ്. ഒരു വർഷം എടുക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ മുമ്പായിട്ട് ഓൾറെഡി നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ട്. ചെറിയ മെഷർമെന്റ് ഡിഫറൻസ് ആണ് പോർട്രേറ്റിൽ ഞാൻ കാണുന്നത്. അത് ആ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും, ആക്ച്വലി അത് 20 ദിവസത്തെ കോഴ്സ്, വളരെ ടൈറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 20 ദിവസം കൊണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. എന്നിരുന്നാൽ കൂടി ഏകദേശം ഒരു 2 മാസം എടുത്ത് പ്രാക്ടീസും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന മെഷർമെന്റ് ഡിഫറൻസ് ഒക്കെ കറക്റ്റ് ആക്കാൻ പറ്റും, അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസും കൂടി ഉണ്ടെങ്കിൽ. പിന്നെ ഷെയ്ഡിങ്ങിൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു പോർട്രേറ്റ് ട്രൈ ചെയ്യാം. ഒരു 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 വർഷമൊന്നും വേണ്ട, അതിന് താഴെ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗോളിലോട്ട് എത്താൻ പറ്റും. പിന്നെ മറ്റേ നേരത്തെ പറഞ്ഞ ആ 10 പേരുടെ ഫാമിലി ആ ഫോട്ടോ വരയ്ക്കുന്ന പ്രോസസ്സിൽ കുറച്ച് സമയം എടുക്കണം. ഒരു 3-4 മാസമെങ്കിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഭയങ്കര വലിയൊരു ഗോളാണല്ലോ, ലൈഫ് ടൈം ഗോളാണല്ലോ. ആദ്യമായിട്ട് വരയ്ക്കുന്ന ഒരു ഫാമിലി പോർട്രേറ്റ് ആയതുകൊണ്ട്, ഒരു ഫോട്ടോ ആയതുകൊണ്ട് അത് ഒരു കുറച്ച് മാസങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇത് വരയ്ക്കുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പിലും എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് ചോദിക്കാം. മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രം കംപ്ലീറ്റ് ആക്കിയാൽ മതി. വേറെ എന്താ മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തും കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ അടുത്തും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഉണ്ടായ എക്സ്പീരിയൻസോ? എക്സ്പീരിയൻസ് തന്നെ, ഞാൻ മോട്ടിവേറ്റഡ് ആയി എന്നുള്ളതാണ് എക്സ്പീരിയൻസ്. അത് കുറച്ചൊരു സമയം അതല്ലെങ്കിൽ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് കിട്ടുമെന്ന് എനിക്കിപ്പം കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. ആദ്യം ഞാൻ ജോയിൻ ചെയ്തപ്പോഴും ഞാൻ ഇങ്ങനെ റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോൾ സാർ ഇതിങ്ങനെ പറയുന്നുണ്ട് ചെയ്താൽ ഇങ്ങനെ ഇമ്പ്രൂവ് ആവും എന്ന്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഞാൻ ഇതിങ്ങനെ കാണാം ചെയ്തിട്ട് എനിക്ക് ആദ്യത്തെ 1-2 ചിത്രത്തിലൊക്കെ ഞാൻ വലിയ പറയത്തക്ക വേരിയേഷൻ ഒന്നും ഇല്ല. പറഞ്ഞതുപോലെ ഉണ്ട് ഇങ്ങനെ ഷെയ്ഡിങ് മെത്തേഡ് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ആ വീഡിയോ കേട്ട് ചെയ്യുന്നു എന്നുള്ളത് വെച്ചാല് എനിക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ആദ്യം ആ ഒരു 2 കൈ വരച്ചപ്പോഴും പിന്നെ ഞാൻ ഇങ്ങനെ സ്മഡ്ജ് ചെയ്തിട്ടൊക്കെ എങ്ങനെ ഒപ്പിക്കുക ചെയ്ത് എനിക്ക് പറ്റുന്നില്ല, എങ്ങനെയാണ് അവിടെ ആ ഡാർക്ക് ഷെയ്ഡ് വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് നെക്സ്റ്റ് റിപ്പീറ്റ് വന്ന 2ാമത്തെ കൈ വരുമ്പോഴേക്കും എനിക്ക് ഏകദേശം
ഞാൻ രണ്ട് കൈയും കൂടെ വെച്ച് നോക്കിയപ്പോ എനിക്ക് തന്നെ ഞാൻ ബെറ്റർ ആവുന്നുണ്ട് എന്ന് തോന്നി. അപ്പൊ നമ്മൾ കുറച്ച് ടൈം എന്തായാലും ഇൻവെസ്റ്റ് ചെയ്താലും എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടും. ഞാനിപ്പോ ഡെയിലി 1 അവർ എന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും എനിക്ക് 1 അവർ ഒന്നും കിട്ടൂല. ഇതുപോലെ ഉച്ചക്ക് സമയത്ത് അത് ഡ്യൂട്ടിക്ക് പോയെങ്കിൽ മാത്രം ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ ഭക്ഷണം കഴിച്ചിട്ട് കിട്ടുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വീട്ടിൽ വന്നാൽ ഒട്ടുമിക്കവാറും പറ്റാറില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്തിട്ട് എനിക്ക് ഇത്ര പോലെ ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ശരിയായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ടും എല്ലാവർക്കും വിചാരിച്ച ഗോളിൽ എത്താൻ പറ്റുമെന്ന് എനിക്കിപ്പോ തോന്നുന്നു. യെസ്, കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ സാർ. എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. മെറ്റീരിയൽസ് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്തോളൂ. ഞാൻ കറക്റ്റായിട്ട് ബ്രസ്റ്റോൻ്റെ പെൻസിലിൻ്റെ സെറ്റിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ അയച്ചു തരാം. അത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കുറെ കൂടി മാറ്റങ്ങൾ വരും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. താങ്ക് യു.